അലുമിനിയം നിർമ്മാണ വസ്തുക്കളുടെ വിലവർദ്ധനവ് തടയണമെന്ന് അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മാവുങ്കാലിലെ ആനന്ദാശ്രമം ലയൺസ് ഹാളിൽ വിവിധങ്ങളായ പരിപാടികളോടെയാണ് അൽക്ക ഈ വർഷത്തെ മേഖലാ സമ്മേളനം നടത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. അലുമിനിയം നിർമ്മാണ വസ്തുക്കളുടെ അടിക്കടിയുണ്ടാകുന്ന വിലവർദ്ധനവ് തടയുന്നതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ അഥവാ അൽക്കയുടെ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അലുമിനിയം നിർമ്മിതിയിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന സന്ദേശം മുൻനിർത്തി മാവുങ്കാൽ ആനന്ദാശ്രമം ലയൺസ് ഹാളിലെ റോയ് മാത്യു നഗറിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ പാണന്തോട് ഉദ്ഘാടനം ചെയ്തു. ഏത് രീതിയിലുള്ള ആളുകളാണ് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒന്നും മിണ്ടാതെ ഒന്ന് സ്നേഹം പങ്കിടാൻ കഴിയാത്ത കാലത്ത് നിന്നും ഈ 10 വർഷക്കാലം ഈ അൽക്ക എന്ന സംഘടന രൂപീകരിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ കൈകോർത്തുകൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിനും അതുപോലെ തന്നെ ഈ സംഘടന ഈ തൊഴിൽ മേഖലയെ ഉയർത്തിപ്പിടിക്കുന്നതിനാവശ്യമായ രീതിയിലേക്ക് വളരാൻ വേണ്ടി കഴിഞ്ഞു. ഇന്ന് പല രീതിയിലും ഈ തൊഴിൽ മേഖല മാറ്റിയെടുക്കുന്നതിൽ അൽക്ക എന്ന പ്രസ്ഥാനം വളരെയേറെ മുഖ്യ ഘടകത്തിൽ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് തൃശ്ശൂർ അൽക്ക ഭവൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അതിന്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വരും മാസങ്ങൾക്ക് അതിന്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ നടത്താൻ വേണ്ടി നമുക്ക് കഴിയും. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് അനീഷ് രാവണീശ്വരം അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് മുഹമ്മദ് സംഘടനാ റിപ്പോർട്ടും മേഖലാ ജനറൽ സെക്രട്ടറി മനോജ് കരുവളം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ബേബി മാത്യു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ നിതീഷ് പള്ളിക്കര, വിനോദ് കച്ചേരി, രഞ്ജിത്ത് വെങ്ങാട്ട്, വിജിത്ത് വെള്ളരിക്കുണ്ട്, ശ്രീജേഷ് ചെറുവത്തൂർ, എം പ്രേംകുമാർ, ടി കെ ദിനേശൻ, ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. കെ എം രാജീവൻ അനുശോചന പ്രമേയം വായിച്ചു. മേഖലാ സെക്രട്ടറിമാരായ വാസുദേവൻ കാഞ്ഞിരവയൽ സ്വാഗതവും ഫൈസൽ മടിയൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.